ടോംസൺ, ഇതിൻ്റെ ചേച്ചിമാരാണ്. ഇവർ ട്വിൻസാണ്. ഇവരിപ്പം ചങ്ങനാശ്ശേരി MLF കോൺഗ്രേഷനിലെ അംഗങ്ങളാണ്. ഇവരിപ്പം എൻ്റെ ചേച്ചിമാർ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും സഹോദരിമാരാണ്. ഞാൻ സിസ്റ്റർ ജീവ മരിയ സേവ്യർ. ഞാൻ സിസ്റ്റർ ജിസ മരിയ സേവ്യർ. ഈശ്വരൻ ശേഖ് സ്തുതിയായിരിക്കട്ടെ. ഇത് ഞങ്ങളുടെ ചാച്ചൻ്റെ പേര് തങ്കച്ചൻ. ഇത് ഞങ്ങളുടെ അമ്മച്ചി, അമ്മയുടെ പേര് കുഞ്ഞുമോള്. ഇത് ഞങ്ങൾക്കൊരു ആങ്ങളയുണ്ട്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. അവൻ്റെ പേര് ടോംസൺ ആൻഡ്രൂ സേവ്യർ. ഞങ്ങൾ അച്ചു എന്ന് വിളിക്കും. കൊച്ചിനോട് ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ ആർക്കും തന്നെ മനസ്സിലാകത്തില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാച്ചനല്ലേ അച്ഛൻ. മക്കളെ ഇങ്ങോട്ട് വന്നേ, നിങ്ങളിൽ ആരാ ടിൻഡു എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ അമ്മച്ചിക്ക് പിന്നെ ഞങ്ങളെ അറിയാം, കുഴപ്പമില്ല. ഞങ്ങൾ ഈ 24 മണിക്കൂർ അമ്മേനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ സഹോദരനെ പരിചയപ്പെട്ടാൽ നേരത്തെ, അവൻ്റെ പേര് ടോംസൺ ആൻഡ്രൂ. ഞങ്ങൾ സ്നേഹപൂർവ്വം അച്ചു എന്ന് വിളിക്കും. അച്ചുവിന് ദൈവവിളി എന്ന് പറയുമ്പം അവന് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനായ. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് കുർബാനയ്ക്കും. അവന് എന്നും ശുശ്രൂഷയാണ്. അപ്പുറത്തെ കൊച്ചിനും ഇവിടുത്തെ കൊച്ചിനും മത്സരമായിരുന്നു ശുശ്രൂഷയാണ്. അപ്പോൾ അവനെ എന്നും കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു. അപ്പം വീട്ടിൽ വരുമ്പം നമ്മുടെ ധൂപമൊക്കെ ആട്ടുന്ന കാണുമ്പോൾ അവനെന്നും ഇവിടെ വന്നിട്ട് നമ്മുടെ കുടയെടുത്ത് പ്രാക്ടീസ് ചെയ്യും ധൂപമൊക്കെ ആട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ട്രോഫിയൊക്കെ ഉണ്ട്. ആ ട്രോഫിയുടെ സാധനം എടുത്ത് കാസയായിട്ട് സങ്കല്പിച്ചിട്ട് ചിപ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങളോട് പറയാം വരിവരിയായിട്ട് നിൽക്കാൻ കുർബാന ചിരിക്കുന്നത് പോലെ ഇങ്ങനെ വരാം. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ പണ്ടൊക്കെ കാണും. ഇപ്പം ഞങ്ങളിങ്ങനെ പറയുന്നത് ഇവന് അച്ഛനാകുമ്പോൾ, അപ്പോൾ പണ്ട് പറയുന്നു അച്ഛനാകുമ്പോൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ചു നിനക്ക് അച്ഛനാകാൻ ആഗ്രഹമില്ല. പക്ഷേ ഇല്ല, അപ്പോൾ ജിൻസപ്പനും പറയുന്നു, മറ്റേ ആ സിസ്റ്റർ ആൽഫിയുടെ ആങ്ങളെയും പറയുന്നു, ഞങ്ങൾ രണ്ടൊരു അച്ഛനാകുമ്പോൾ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചു നിനക്ക് ആഗ്രഹമില്ല. അപ്പോൾ ജിൻസപ്പ പറഞ്ഞു, ഇല്ല അച്ഛനാണ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൻ്റെ അച്ഛനായിക്കോളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അച്ഛൻ നിനക്ക് അച്ഛനാകണേ? ഇല്ല, എൻ്റെ പിള്ളേരെ ഞാൻ അച്ഛനാക്കിക്കോളൂ. അവരങ്ങനെ പറയാറ്. പിന്നെ ഞങ്ങളുടെ ദൈവവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചിനെ മുതലേ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വല്യമ്മച്ചി എപ്പോഴും ഞങ്ങൾക്ക് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ അമ്മച്ചി സൊഡാലിറ്റി പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നൊരു ദൈവവിളി ഉണ്ടാകണമെന്ന്. അപ്പോൾ കൊച്ചിനെ മുതലേ ഞങ്ങൾക്ക് ഈ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കിടന്നുറങ്ങിയാൽ പോലും ഞങ്ങളുടെ വല്യമ്മച്ചി എന്നും വിളിക്കുന്നു. രാവിലെ ആകുമ്പോൾ 5 മണിയാകുമ്പോഴേ വിളിക്കും, ടിൻറ്റു പോ, നമുക്ക് പള്ളിയിൽ പോകാം, എണ്ണീക്ക് നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ഞങ്ങളെ, മഴയാണേലും വെയിലാണേലും എപ്പോഴും വലിയ മഴയാണേലും അച്ചാരമ്മച്ചി പിടിച്ചു. ചാച്ചനും അമ്മയും വല്യമ്മച്ചിയും ആങ്ങളെയും സഹോദരന്മാരും അച്ചായനും എല്ലാവരും അതിനെ നന്നായിട്ട് വളർത്തിയെടുക്കുമായിരുന്നു. ഞങ്ങൾ ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. ആൽഫി, ഇതാണ് സിസ്റ്റർ ആൽഫി. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചാണ് ദൈവവിളി തിരഞ്ഞെടുത്ത് ഈ ഉടുപ്പിട്ട് ഈശോയുടെ മണവാട്ടിയായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ആൽഫി എന്നാണ്. പപ്പനും മമ്മിയും കണ്ടില്ലല്ലോ. പപ്പ മമ്മി ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇവിടെയാണ് ഞങ്ങളുടെ ദൈവവിളി ഉടലെടുക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ ഒരു അതിർവരമ്പുകളില്ല, സ്നേഹം മാത്രമാണ്. ഞങ്ങളുടെ ദൈവവിളിയുടെ അടിസ്ഥാനം തന്നെ ഈ സ്നേഹ കൂട്ടായ്മയാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച് വിശ്വസിച്ച് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് സിസ്റ്റർ ആൽഫി. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു. കളിയും പഠനവും ചിരിയും ഒക്കെ. ശരിക്കും ഞങ്ങളുടെ 3 പേരുടെയും ദൈവവിളിയും ശരിക്കും സിസ്റ്റർ പറഞ്ഞ പോലെ അമ്മച്ചിയായിട്ട് വല്യമ്മച്ചിയുടെ ആ പ്രാർത്ഥനയും സ്നേഹമാണ്. കാരണം വെച്ചാൽ വല്യമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ദൈവവിളി വേണമെന്ന്. ഞങ്ങൾ 3 പേരും ഉടുപ്പ് സ്വീകരിച്ച് കഴിഞ്ഞാണ് അമ്മച്ചിക്ക് പെട്ടെന്ന് അമ്മ മരിച്ചു പോയത്. 2016 ഞങ്ങൾ 3 പേരും ഉടുപ്പിട്ടത്. ഞങ്ങൾ 3 പേരും ഒരു കോൺഗ്രേഷനിൽ തന്നെയാണ് MLF സന്യാസിനി സമൂഹത്തിൽ. ഞങ്ങളുടെ ആൻറ്റിയാണ് ഞങ്ങളെ MLF സന്യാസിനി സമൂഹത്തിലേക്ക് ക്ഷണിച്ചത്. കാരണം വെച്ചാൽ ചേച്ചി അവിടെ MLF സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ ചേച്ചി 8ാം ക്ലാസ് മുതൽ ഞങ്ങളെ 3 പേരെയും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. 8ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങളുടെ ഇവിടെ വരികയും ദൈവവിളിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു വരികയും അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സുമായിട്ട് വന്ന് ഞങ്ങളെ ദൈവവിളി ക്യാമ്പിനായിട്ട് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ MLF സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുന്നത്.
ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അഭിനയമാർ ജോസഫ് പവത്തിൽ പിതാവിനാൽ സ്ഥാപിതമായതാണ് മിഷണറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹം. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ സിദ്ധി എന്ന് പറയുന്നത് ദ്വികാരൻ്റെ സന്നിധിയിലിരുന്ന് ഈശോയുടെ കരുണാർദ്ര സ്നേഹം ആവോളം അനുഭവിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് രോഗികൾക്കും പാവപ്പെട്ടവർക്കും അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ്. 158 സിസ്റ്റേഴ്സാണ് ഞങ്ങളുള്ളത്. വ്യത്യസ്തമായ ദൈവവിളികളാൽ സമ്പന്നമാണ് ഞങ്ങളുടെ ഈ കൊച്ചു സമൂഹം. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ വിശേഷങ്ങൾ? പരീക്ഷയുടെ റിസൾട്ടൊക്കെ അറിയുന്നത് ഇടിക്കൊന്നും വേണ്ട കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം ഏവർക്കും, പ്രത്യേകിച്ച് രോഗികൾക്കും പാവപ്പെട്ടവർക്കും ഏറെ തീക്ഷ്ണതയോടെ ഏറെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നവരാണ് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഇരട്ട സഹോദരിമാർ സിസ്റ്റർ ജിസയും സിസ്റ്റർ ജീവയും. ചെറുപ്പം മുതലേ പള്ളിയോട് വളരെ ചേർത്ത് നിർത്തിയാണ് മാതാപിതാക്കൾ ഇവരെ വളർത്തിയത്. തങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് അറിയിച്ചപ്പോൾ നല്ലൊരു സപ്പോർട്ടാണ് അവർ നൽകിയത്. സമർപ്പണ ജീവിതം ഇന്ന് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള തീക്ഷ്ണതയുള്ള നല്ല ദൈവവിളികൾ ഉണ്ടെന്നുള്ള കാര്യം ഏറെ സന്തോഷപ്രദമാണ്. അമ്മേ, നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചാലോ? പതുക്കെ ഇറക്കണം കേട്ടോ. അധികം പറയാതെ കുറച്ചുകൂടെ കുടിക്കേ. പതുക്കെ ഇറക്കിയാൽ മതി കേട്ടോ. ഇതുകൂടെ ഉള്ളൂ. എന്നാ ഇത്ര മതി കേട്ടോ. അമ്മേനെ കാണാതെ കണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരും വന്നിട്ട് നമുക്ക് കണ്ടാലോ? അമ്മേ, ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? പേര് പറഞ്ഞേ അമ്മേ. പറ. എന്റെ പേരെന്നെ. ഇങ്ങനെ നോക്കിയേ, എന്താ ഒരു സന്തോഷമില്ലാത്ത? ചിരിച്ചേ അമ്മേ. എന്നാ രാവിലെ കഴിച്ചേ? പുട്ടിന്റെ കൂടെ എന്നായിരുന്നു? ഞങ്ങള് കപ്പയും മീനുമാണ് കഴിച്ചത്. അമ്മ എന്നാ പുട്ടും പഴവും കഴിച്ചു. കഴിച്ചില്ലേ? തന്നില്ലേ സിസ്റ്റർ? ഒന്നും തന്നില്ലേ അമ്മയ്ക്ക്? ഇന്ന് നോക്കിയേ അമ്മേ. ഇത് ഞങ്ങളുടെ സഭയിലെ ആദ്യത്തെ അംഗമാണ്. അമ്മയുടെ പേര് ദുയിത്താമ്മ. അമ്മയ്ക്ക് 97 വയസ്സുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും 97 വയസ്സാണെങ്കിലും ആ പ്രായത്തിൻ്റെതായ ഇതൊന്നും ഇല്ല. അമ്മ ഭയങ്കര ചുറുചുറുക്കോടെയാണ്. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ട് മഠത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സിസ്റ്റർ ആവാൻ വേണ്ടി വരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഫോർമേഷൻ കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പറയുമായിരുന്നു, പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മദർ തെരേസിനെ പോലെ ഒരു അമ്മേനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യം മദർ തെരേസിനെ പോലെ ഇരിക്കുന്ന അമ്മ ഏതാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുറിയിലോട്ടായിരുന്നു ആദ്യം വന്നത്. അന്ന് അമ്മ നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അമ്മയ്ക്കാണ് പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഫോർമേഷൻ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഇരട്ടകളായതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മോളെ ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചാണ് സിസ്റ്റർ ആവാൻ വേണ്ടി വന്നത്. അപ്പം ഞങ്ങൾ 3 പേരോട് ആദ്യം വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മ മുട്ടായിയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് തരുമായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ 1 വർഷക്കാലമായുള്ളൂ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അമ്മ ഇത്ര പ്രായമാണെങ്കിലും ഒരിക്കലും പ്രാർത്ഥന മുടക്കത്തില്ലായിരുന്നു അമ്മ. പിന്നെ അമ്മയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അമ്മയുടെ പാത്രത്തിൽ ഒരു തുള്ളി പോലും മിച്ചം കാണത്തില്ലായിരിക്കും. എല്ലാം അമ്മ കഴുകും. അമ്മയുടെ പാത്രം ഞങ്ങളായിരുന്നു കഴുകാൻ മേടിച്ചുകൊണ്ട് പോകുന്നത്. അമ്മയുടെ പാത്രത്തിൽ ഒരു തുള്ളി പോലും കാണത്തില്ല വേസ്റ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അമ്മ ഇത്രയും പ്രായമായിട്ട് അമ്മ ആ സമർപ്പണ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ അമ്മ നിർവഹിക്കുന്നു. ഞങ്ങളുടെ പ്രൊഫഷൻ്റെ സമയത്താണെങ്കിൽ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. അമ്മയെ നിർത്തി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞേ ഞങ്ങളുടെ ഉടുപ്പിടിയിൽ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുക്കിയില്ലായിരുന്നു. ആ കാര്യമൊക്കെ പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ഞങ്ങൾ ഉടുപ്പിടുന്നവരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവവിളി ഒത്തിരി പ്രോത്സാഹിപ്പിച്ചത് അമ്മയാണ്. പ്രാർത്ഥന കൊണ്ടും എങ്ങനെ എന്തേലും മോനെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ നിന്ന് പിരിഞ്ഞു പോകരുത്, അമ്മ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഉടുപ്പിടിയിൽ ഒത്തിരിയേറെ ആഗ്രഹിച്ചൊരു വ്യക്തിത്വമാണ് ദുയിത്താമ്മ. അമ്മേ, ദുയിത്താമ്മേ നമുക്ക് ചിരിച്ച്
ചിരിക്കാമേ. ഞാൻ സിസ്റ്റർ ജിസയാണ്. നമുക്കറിയാമല്ലോ, ഒരു സമർപ്പിതയാകണമെങ്കിൽ, ഒരു സിസ്റ്റർ ആകണമെങ്കിൽ, സിസ്റ്റർ ആയതിനു ശേഷവും സിസ്റ്റർ അതിന് മുമ്പും ഫോർമേഷൻ കാലഘട്ടമുണ്ട്. ഞങ്ങളുടെ സഭാമധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. അപ്പം മടത്തി വന്നതിന് ശേഷമാണ് കൊച്ചുത്രേസ്യയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഒത്തിരി പുസ്തകങ്ങളൊക്കെ, പ്രത്യേകിച്ച് നോഷീറ്റ് കാലഘട്ടത്തിൽ ഞങ്ങൾ വായിക്കാൻ തുടങ്ങി. ശരിക്കും കൊച്ചുത്രേസ്യയുടെ ആ ജീവിതം ഞങ്ങളെ ഒത്തിരി ആകർഷിച്ചായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധയായി. ഇപ്പം നമ്മളിപ്പോൾ ചുമ്മാ നടന്നു പോകുമ്പോഴാണെങ്കിലും ഓരോ കാല് വെക്കുമ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ല. ഇപ്പം ചുമ്മാ സൈക്കിൾ ചവിട്ടുമ്പോഴാണെങ്കിലും സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു ആയാസമുണ്ട്. അപ്പം ആ ആയാസം ചെയ്യുമ്പോൾ പോലും ദൈവത്തിന് വേണ്ടി ചെയ്യുക, അതിപ്പോൾ ഒരു ഇച്ചിരി മഹത്വമുള്ള ഒരു കാര്യമല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണം ചവയ്ക്കുന്നത്, അതൊക്കെ എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു കൊച്ചുത്രേസ്യ. ഇപ്പോൾ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ തന്നെ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ജീവിതത്തിൽ 3 മിനിറ്റ് കൂടുതൽ ഞാൻ ഈശോയെക്കുറിച്ച് ഓർക്കാതിരുന്നിട്ടില്ല. അപ്പം അതൊക്കെ ഞങ്ങളെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു 3 മിനിറ്റ് കൂടുതൽ ദൈവത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റും? പക്ഷേ ആ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചായിരുന്നു. അപ്പം ആ ഒരു ചൈതന്യം സ്വീകരിക്കണമെന്ന് ഉള്ള ആ ഒരു ആഗ്രഹം കൊച്ചുത്രേസ്യയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അപ്പം ചുമ്മാ പുസ്തകത്തെ നോഷീറ്റ് കഴിക്കുമ്പോൾ നമ്മളിപ്പം ചുമ്മാ നടന്നു പോകുമ്പോൾ നിലത്തുനിന്ന് ഒരു പേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടിടുമ്പോൾ അത് ദൈവമാത്രത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അവർ ഇത്ര ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ അതൊരു വലിയൊരു കട ചെയ്യുക. ഞങ്ങൾ നോഷീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർമാർ പഠിപ്പിക്കായിരുന്നു, നിങ്ങൾ ചുമ്മാ മുറ്റം അടിക്കുമ്പോൾ നമ്മൾ ചൂല കൊണ്ട് മുറ്റം അടിച്ച് പോകാം. മുറ്റം അടിച്ച് പോകുമ്പോൾ ഓരോ അടിക്കും നമ്മൾ ഓരോ ആത്മാക്കളെ ഈശോയ്ക്ക് കൊടുക്കണം സ്വർഗത്തിന് വേണ്ടി. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ആ ഒരു ഫോർമേഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കൊച്ചുത്രേസ്യയുടെ ആ ചൈതന്യം. സുഖാണോ? കുഴപ്പമില്ലാതെ പോകുന്നു. തങ്കച്ചനും കുഞ്ഞുങ്ങളും ഒക്കെ എന്നാ പറയുന്നു? ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. എന്ന് വെച്ചാൽ അച്ഛൻ ഞങ്ങളുടെ കുഞ്ഞുകാലം മുതലേ 3-ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുമ്പോഴാണ് അച്ഛൻ വികാരിയായിട്ട് പൊങ്ങാം മാസ്ലിക പള്ളിയിൽ വരുന്നത്. അന്നത്തെ ഞങ്ങളുടെ 3-ാം വയസ്സ് മുതൽ ഈ നിമിഷം വരെ, എന്ന് വെച്ചാൽ ഞങ്ങൾ മടത്തി പോകുന്ന തലേ ദിവസം വരെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാർ ഒത്തിരിയേറെ ഞങ്ങളുടെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ഒത്തിരി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളോടൊപ്പം തന്നെ ഞങ്ങളെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട മംഗലത്തച്ഛൻ. കാരണം നമുക്കിപ്പോൾ എല്ലാ ദൈവവിളി എടുത്താലും ആരെങ്കിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ മാതൃകയായിട്ട് നിൽക്കും. ഇപ്പം ഞങ്ങളുടെ ദൈവവിളിക്ക് ഒത്തിരിയേറെ പ്രചോദനവും മാതൃകയായിട്ട് നിന്നത് ഞങ്ങളുടെ വികാരിച്ചൻ തന്നെയാണ്. കാരണം ഞങ്ങൾ 3-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ പിള്ളേരെ, ഇടവകയിലെ എല്ലാ പിള്ളേരെ വ്യക്തിപരമായിട്ട് അച്ഛൻ അറിയാമായിരുന്നു. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിലൊക്കെ ആണെങ്കിൽ അച്ഛൻ ഇടവകയിലെ പിള്ളേരുടെ അടുത്ത് മാത്രമല്ല സംസാരിച്ചുകൊണ്ട്, ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ വരുമായിരുന്നു അച്ഛൻ. ഞങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത്, ആ പിള്ളേർ അവരെ കൊണ്ട് അവരിങ്ങനെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനമാണ്. കാരണം വെച്ചാൽ അച്ഛൻ ഒരിക്കലും ഇടവകയിൽ ഒതുങ്ങി നിൽക്കാതെ ക്ലാസ്സുകളിൽ ചെന്ന് പിള്ളേരെങ്ങനെ ഉണ്ടെന്ന് ഒരു മാതാപിതാക്കൾ എങ്ങനെ സ്വന്തം മക്കളെ കാണുന്നു അതേ ഒരു രീതിയോട് തന്നെയാണ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലായിരുന്നപ്പം ഞങ്ങളുടെ ഇടവകയിൽ ഓരോ കുഞ്ഞുങ്ങളെ കണ്ടത്. അതിപ്പോഴും ഞങ്ങളുടെ ഇടവകയിൽ പോയി നോക്കിയാൽ മതി. അവർക്ക് മംഗലത്തച്ഛൻ പറഞ്ഞാൽ ജീവനാണ് എല്ലാവർക്കും. പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പം സിസ്റ്റേഴ്സ് വരും നമ്മുടെ ദൈവവിളിക്ക് വേണ്ടി പിള്ളേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പം അച്ഛൻ്റെ അടുത്തല്ല ആദ്യം കാണാൻ വരുന്നത്. അപ്പം അച്ഛൻ വരുമ്പം സിസ്റ്റേഴ്സ് അച്ഛൻ ആദ്യം പറയും, ആ ഇരട്ട പിള്ളേർ 2 പേരുണ്ട്, അവരെ ഒന്ന് പിടിച്ചോളെന്ന് പറയാം. അപ്പം ഞങ്ങളിപ്പോൾ സിസ്റ്റേഴ്സ് പറയാം, അപ്പം ഞങ്ങൾ സിസ്റ്ററാകാൻ വേണ്ടി ഇഷ്ടമുള്ളവർ കൈ വെക്കാൻ വേണ്ടി പറയും, ഞങ്ങളൊക്കെ കൈ വെക്കും. അപ്പോൾ അങ്ങനെ കുറേ കോൺഗ്രിഗേഷനെ പരിചയപ്പെടാനായിട്ട് അച്ഛൻ്റെ ആ ഒരു ഇടപെടൽ പോലെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഞങ്ങളെ ദൈവവിളി തിരഞ്ഞെടുക്കാനായിട്ട് മഠത്തിലിങ്ങനെ പോകുന്നതിന് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ വന്ന് ഞങ്ങളുടെ ചാച്ചനും അമ്മയും ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ആങ്ങളെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ ദൈവവിളിനെ കുറിച്ച് ഒരു പ്രാവശ്യം ഒരു ചർച്ച നടത്തി. അങ്ങനെയല്ല, അച്ഛൻ ആ ഒരു കരുതലെടുത്ത് അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ അച്ഛൻ അന്നെടുത്ത ആ ഒരു ഇത്. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനമായിരുന്നു. പിന്നെ അച്ഛൻ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ അച്ഛൻ ഇവിടെ ചെത്തിപ്പുഴ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചെത്തിപ്പുഴ സെൻറ് തോമസ് കോളേജിലെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. ഹോസ്പിറ്റലിലെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. അച്ഛൻ ഇവിടെ ആയിരുന്നപ്പം ഞങ്ങളിങ്ങനെ കാണാൻ വരുമല്ലോ, വീട്ടിൽ അവധിക്ക് വരുമ്പോൾ കാണാൻ വരുമ്പോൾ അച്ഛൻ ചോദിക്കുക, നിങ്ങൾക്കിനി എന്ത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പം അച്ഛനിങ്ങനെ പറയുമായിരുന്നു,
നേഴ്സിംഗിന് പോകുന്നേക്കടി എന്ന് അച്ഛൻ പറയാം. ഇവിടെ നമുക്ക് തരാമെന്ന്. പക്ഷെ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് വരുന്നുള്ള ഒരു മെയിൻ കാരണം അച്ഛനാണ്. കാരണം വെച്ചാൽ അച്ഛനാണ് ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഈ കോളേജിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇവിടെ ഈ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ വലിയൊരു കരുണയാണ്, കൃപയാണ്. ഞങ്ങൾ അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അച്ഛന്. Recovery phase. So there are different stages. The first one is initiating phase. Second is oligopoly phase. And the third stage is the recovery phase. And the fourth is recovery phase. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടീച്ചിങ്ങിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2016 ഞങ്ങളുടെ ഉടുപ്പിടിയിൽ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആദ്യം കണ്ണിവയിൽ, കാസർഗോഡ് ജില്ലയിലുള്ള കണ്ണിവയിൽ ഓൾഡ് ഏജ് ഹോമിൽ സിസ്റ്റർ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിനായിട്ട് പോയത്. അപ്പോൾ അതേ വർഷം തന്നെ ഞാൻ പോയത് നമ്മുടെ കുറിച്ചി മഠത്തിൽ പ്രായമുള്ള സിസ്റ്റേഴ്സിനിടയിൽ. അപ്പോൾ അതൊരു ദൈവനിയോഗം പോലെ ഞങ്ങൾ കാണുവാണ്. കാരണം നമുക്ക് വിളിക്കുള്ളിലെ വിളി തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴി ദൈവം തന്നെ ഒരുക്കി തന്നെ. സിസ്റ്റർ അവിടെ പോകുന്നപ്പോൾ സിസ്റ്റർ ഞങ്ങളെന്ന് വിളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ സിസ്റ്റർ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ ഇത്ര ആരോരും ഇല്ലാത്ത കുറേ അമ്മച്ചിമാർ, ആർക്കും വേണ്ടാത്തവർ, അവരെയാണ് നമ്മൾ ശുശ്രൂഷ. അപ്പോൾ അവരിലൊക്കെ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ സിസ്റ്റർ പോയി കഴിഞ്ഞുള്ള അടുത്ത വർഷം ഞാനായിരുന്നു അതേ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയത്. അവിടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംതൃപ്തി, ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിൽ ഞങ്ങൾ ഒത്തിരി സംതൃപ്തി കണ്ടെത്തിയൊരു കാലഘട്ടമാണ്. ഒത്തിരിയേറെ സംതൃപ്തി. നമുക്ക് ഞങ്ങളുടെ വിളിക്കുള്ളിൽ വിളി തിരിച്ചറിയാനായിട്ടുള്ള ഒരു വഴി, ഒരു മാർഗം ദൈവം തന്നെ ഒരുക്കി തന്നതാണെന്ന് ഞങ്ങൾ വിചാരിക്കും. അപ്പോൾ കൊച്ചു ത്രേസ്യ പറഞ്ഞു തന്നിട്ടുണ്ട്, ചെറിയ ഒരു കാര്യം ഈശോയ്ക്ക് വേണ്ടി ത്യജിക്കുമ്പോൾ അത് വളരെ ഈശോയ്ക്ക് നല്ലൊരു സമർപ്പണമാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ് ജിസേ, നമുക്ക് ടീച്ചിങ് താല്പര്യമുണ്ട്, പക്ഷേ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ആ ഒരു സന്തോഷം, സംതൃപ്തി, ആ ഒരു ആതുര ശുശ്രൂഷ മേഖലകളിൽ കണ്ടെത്തി. അപ്പം നമുക്കത് ഈശോയ്ക്ക് വേണ്ടി ഒന്ന് കാഴ്ച നമ്മുടെ പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പം അധികാരികൾ പറയുന്നത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്കതിന് നല്ലതേ വരത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ അധികാരികൾ പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ ടീച്ചിങ്ങിനായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കവിടെ ശോഭിക്കാൻ പറ്റില്ല. അതേസമയം എൻ്റെ അധികാരി പറയുക, നിങ്ങളിവിടെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് പോകാമെന്ന് പറയുമ്പം നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മുടെ അധികാരികൾ അവർ പറയുമ്പം ശരിക്കും അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എല്ലാ അധികാരികളും. അപ്പം അധികാരികൾ പറയുന്നത് നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം അതിനുള്ള കൃപ നമുക്ക്, നമ്മൾ താഴ്മയോടെ അതനുസരിക്കുകയാണ്, ദൈവം നമുക്കുള്ള കൃപ തരും. അപ്പം ഞാനും ടിനൂടെ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമുക്കെന്നാൽ നമ്മുടെ മദർ പറയുന്നത് അനുസരിക്കാം. ഇപ്പം മദർ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും. ഇപ്പോൾ ഓർക്കുകയാണ്, അത് തന്നെയാണ് ഞങ്ങളുടെ വിളിയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഓരോ ആശുപത്രിയിൽ പോയിട്ട് ഓരോ പേഷ്യൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ സാധാ പിള്ളേരോട് പറയുന്നത് കൂടുതലായിട്ട് ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുമ്പം അവരുടെ ആ സന്തോഷം, വിഷമങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുമ്പം നമ്മൾ ഓർക്കും, ദൈവം നമ്മുടെ സമർപ്പണം ഈ ലോകത്ത് നമ്മൾ വിചാരിക്കുമല്ലോ, ഒത്തിരി വിഷമങ്ങളിലൂടെ ഒത്തിരി മക്കൾ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഇച്ചിരി സന്തോഷം അവർക്ക് കൊടുക്കുമ്പം ദൈവം അത് നമ്മളെ നിയോഗിക്കുന്നേ. ഇന്ന പേർക്ക് ഇന്ന് സങ്കടം അനുഭവിക്കുന്നുണ്ട്, അപ്പം നീ അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്കും തന്നെ ആ സമർപ്പിതരോടൊരു സ്നേഹം, പിന്നെ സമർപ്പണ ജീവിതത്തോടൊരു സ്നേഹം, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അവരുടെ ആ ചിരിച്ച മുഖങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാവും. നമ്മുടെ ജീവിതം ഒരു സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ, ആത്മാക്കളെ നേടാൻ നമുക്ക് സാധിച്ചല്ലോ എന്ന്. ഇവരെ പോലെ തന്നെ ഇരട്ടകളായ 2 സഹോദരിമാർ 50 വർഷം അവരുടെ സന്യാസ വ്രതവാഗ്ദാനത്തിൻ്റെ സുവർണ ജൂബിലിയൊക്കെ ആഘോഷിച്ച് ഇപ്പോഴും ഒരു സിസ്റ്റർ ഫ്രാൻസിസ് തലശ്ശേരി രൂപതയിൽ ചട്ടമലയിലുള്ള
ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റർ ക്ലെയർ പാലാരൂപതയിൽ മോനിപ്പള്ളി ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇവരും ട്വിൻസ് തന്നെയാണ്. അപ്പം ഈ ഇരട്ട സഹോദരിമാരുടെ സാന്നിധ്യവും ഇവരുമായിട്ടുള്ള ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളുമെല്ലാം ഞങ്ങളുടെ കോൺഗ്രിഗേഷനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് വ്യക്തിപരമായും ഈ ഇരട്ട സഹോദരിമാരുടെ ഒപ്പമുള്ള ജീവിതം ഞങ്ങൾക്ക് ഏറെ സന്തോഷപ്രദമാണ്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഈ 2 സഹോദരിമാരുടെ തിരുനാൾ ഇവിടെ സാഘോഷം കൊണ്ടാടുകയാണ്. പരിശുദ്ധ അമ്മയുടെ നാമധാരികളായ സിസ്റ്റർ ജിസയ്ക്കും സിസ്റ്റർ ജീവിക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നേരുന്നു. എല്ലാമെൻ ദൈവമേ അങ്ങേ ദാനമല്ലോ, എല്ലാമെൻ യേശുവേ അങ്ങേ സ്നേഹമല്ലോ. ദുഃഖങ്ങളും ദുരിതങ്ങളും ആശ്വാസവും ആനന്ദവും എൻ ദൈവമേകിയ ദാനം, എന്നേശുവേ നിന്റെ ദാനം. എല്ലാം എൻ ദൈവമേ അങ്ങേ ദാനമല്ലോ, എല്ലാം എന്നേശുവേ അങ്ങേ സ്നേഹമല്ലോ. സിസ്റ്ററെ, നല്ല സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴേ നമ്മളിങ്ങനെ സ്വർഗത്തിലോട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഗാനം പാടാൻ തന്നെ കാരണം ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ വലിയ ദൈവം നൽകിയ 2 വലിയ ദാനങ്ങളാണ് സിസ്റ്റർ ജിസായും സിസ്റ്റർ ജീവായും. ദൈവം അവർക്ക് ഒരുപാട് താലന്തുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, പ്രസംഗം ചെയ്യാൻ, അങ്ങനെ ഒരുപാട് താലന്തുകൾ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന് എന്നും അനുഭവവേദ്യമായ ഒരു കാര്യമാണ്. ഇവർ മഠത്തിൽ വന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങൾ ഒരാളുടെ പേര് വിളിക്കുമ്പം വിളി കേൾക്കുന്ന ഒരു പക്ഷേ അടുത്ത ആളായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. പക്ഷേ ഇവർ തമ്മിലൊരു ഭയങ്കര എനർജിയാണ് ഞങ്ങൾക്ക്. ഇവരുടെ ഓരോ നീക്കങ്ങളാണെങ്കിലും ഇവരുടെ ഓരോ കഴിവുകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എനർജിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ നമുക്ക് വേണ്ടി ഒരു ഗാനമൊക്കെ പാടാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി സിസ്റ്റർ ജിസായും സിസ്റ്റർ ജീവായും ആ വരികളൊന്ന് പാടുന്നതായിരിക്കും. ഞങ്ങൾ പക്ഷേ സിസ്റ്ററിൻ്റെ അത്ര നന്നായിട്ടൊന്നും പാടത്തൊന്നുമില്ല. സിസ്റ്റർ നല്ല മധുരമായ സൗണ്ടാണ്. എന്നാലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് പാടും. എനിക്കെൻ്റെ ഈശോ മതി ഇന്നുമെൻ ജീവിതത്തിൽ, വിശ്വസ്തനായവന് സാന്ത്വനമല്ലേ. എനിക്കെൻ്റെ ഈശോ മതി ഇന്നുമെൻ ജീവിതത്തിൽ, വിശ്വസ്തനായവന് സാന്ത്വനമല്ലേ. ജീവിതഭാരം ഏറി വന്നാലും രോഗത്തിൻ നോവിൽ ഞാനിരിഞ്ഞാലും കനിവിന്നാഥൻ വാണരുളും നീ അൾത്താര തന്നിൽ ഞാൻ ആശ്രയിക്കുമേ. എനിക്കെൻ്റെ യേശോ മതി എന്നുമെൻ ജീവിതത്തിൽ, വിശ്വസ്തനായവന് സാന്ത്വനമല്ലേ. താവക സന്നിധിയിൽ എന്നോട് ക്ലേശമെല്ലാം അനുദിനം കാഴ്ചവെച്ച് ശാന്തി നേടിടും. താവക സന്നിധിയിൽ എന്നോട് ക്ലേശമെല്ലാം അനുദിനം കാഴ്ചവെച്ച് ശാന്തി നേടിടും. ബലിയുടെ അപ്പമായി സഹനത്തിൻ കാസയായി ദൈവിക പാതയിൽ സാക്ഷ്യവുമേകിടാൻ എന്തു നഷ്ടമായിടിലും
എനിക്കെൻ്റെ യേശു മതി, എന്തു നഷ്ടമായിടിലും എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശു മതി, എന്നും എൻ ജീവിതത്തിൽ വിശ്വസ്തനായവന് സാന്ത്വനമല്ലേ. കൊള്ളാം, നന്നായിരിക്കും. ഈ ഒരു ഒത്തിരിയേറെ ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് ഈ ഒരു കഴിവുകൾ തന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു ഗാന ശുശ്രൂഷ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വളർന്നു വരാനുള്ള ആ കാരണം എങ്ങനെയായിരുന്നു? അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ നേരവും 6:30 നമുക്ക് മണിയടിക്കുമല്ലോ കുരിശുപള്ളിയിൽ. അപ്പം മണിയടിക്കുമ്പോൾ ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് ഒരു നിഷ്ഠയുണ്ടായിരുന്നു. 6:30 മണിയടിക്കുമ്പം രൂപക്കൂടി തിരി കത്തിച്ച് വെക്കണം. അപ്പോൾ പിള്ളേരെല്ലാം വന്ന് പാട്ട് പാടും. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ഒരു ഡയറി എടുത്ത് കുരിശിൻ്റെ നമ്മുടെ രൂപക്കൂടിൻ്റെ താഴെ വന്നിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഒരു 6 തൊട്ട് 7 മണി വരെ ഞങ്ങൾ ഗാനമേള എന്ന് വെച്ചാൽ ഈശോയുടെ പാട്ടുകളൊക്കെ കുറേ പാടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പാടും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സൺഡേ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം വന്നാലും നമ്മുടെ ചാച്ചനും അമ്മയൊക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ്, അതിനെല്ലാം പങ്കെടുപ്പിക്കുകയാണ്. അങ്ങനെ പാടും. പിന്നെ വികാരിച്ചമാർ അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയുണ്ട്. നമ്മളെ വിശുദ്ധ കുർബാന മധ്യ ഗാനങ്ങൾ ആലപിക്കുവാനും അതുപോലെ തന്നെ ആരാധനയ്ക്ക് പാട്ടൊക്കെ പാടുവാനും സിസ്റ്റേഴ്സൊക്കെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ കൊയറിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളാണെങ്കിലും ഞങ്ങൾ 6ാം ക്ലാസ് തൊട്ട് നമ്മൾ നമ്മുടെ ഉപജില്ലാ ജില്ലാ മത്സരങ്ങളിലൊക്കെ അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറ് ലാൽസ സാറാണ് ഞങ്ങൾക്ക് അതെല്ലാം നേതൃത്വം നൽകി. ഞങ്ങളെ ഒരു ടീമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി പാട്ട് അങ്ങനെ പ്രത്യേകിച്ച് പാട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പാട്ട് പഠിക്കാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ആ ഒരു ലയം അത് വളരെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെക്കാൾ നല്ല ലയമായിരുന്നു സിസ്റ്ററിൻ്റെ പാട്ട് നല്ലതായിരുന്നു. ശരിക്കും അത് കേൾക്കുമ്പം നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ മാലാഖമാരുടെ ഗീതം പോലെയായിരുന്നു. ഇവരെ സിസ്റ്റർ ആവാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും അയൽവക്കക്കാരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നേ, കുഞ്ഞുമോളെ നിനക്ക് ഏതാണ്ട് 2 പെൺകുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ സിസ്റ്റർ ആവാൻ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അത് നമ്മളുടെ ഇത് പറയുന്നില്ല, പക്ഷെ നിനക്ക് ഒരാളെങ്കിലും ഒന്ന് നിർത്തരുത്. ഇപ്പം ഞാൻ പറഞ്ഞു തമ്പുരാൻ്റെ ഹിതമല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ഇവളുമാരോട് പറഞ്ഞു, മോനെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എൻ്റെ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവള് പറഞ്ഞു എന്നാൽ കൊച്ച് നിൽക്കാവോ എന്ന് ചോദിക്കും. പറഞ്ഞു ഇവളോട് പറയാം കൊച്ചൊന്ന് നിൽക്കാവുന്നു. ഞാൻ പറഞ്ഞാൽ ആരും നിൽക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ജീവിച്ചോ, പക്ഷേ പോകുന്നൊക്കെ പൊക്കോ. അതിനകത്തൊന്നും നമുക്കൊരു പറയും നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ചാച്ചനും വെച്ച് നിങ്ങളെ ആരും ഒന്ന് പിടിച്ച് നടത്തുന്നു. പിന്നെ നാട്ടുകാർ പറയുന്നത് അതൊന്നും നിങ്ങൾ കേൾക്കാനൊന്നും പോവുകയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഒരു ഭയങ്കര വിഷമം. സത്യം പറഞ്ഞാൽ 2 വർഷം വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ ആരെങ്കിലും ഒരാൾ എനിക്ക് തിരിച്ച് വരാനായിട്ട് നീ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന്. 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, തമ്പുരാന് വേണ്ട നിൻ്റെ കൃപ അനുസരിച്ച് തന്നെ പോയ 3 കുഞ്ഞുങ്ങളാണ്, എനിക്ക് 2 പേരും വേണ്ട, നീ തന്ന കുഞ്ഞുങ്ങൾ തന്നെ. പക്ഷേ നീ നിൻ്റെ ഇഷ്ടം പോലെ നീ അവർ തിരിച്ചു വരാനുള്ള ഇതുണ്ടാകരുതേ എന്ന് പറയും. നിലനിൽപ്പിൻ്റെ വരം നൽകി അവരെ നിർത്തണമേ എന്ന് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരിൽ ഇങ്ങനെ ആയതിലും ഇതിലാകും. ആ ഒരു സന്തോഷം ഇപ്പോഴും തമ്പുരാനോട് ഞാൻ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. നമുക്കറിയാമല്ലോ ഇപ്പം ഏതൊരു വ്യക്തിയുടെ ജീവിതം എടുത്തു നോക്കിയാലും ഇപ്പം അച്ഛന്മാരുടെ ആണെങ്കിലും വൈദികരുടെ ആണെങ്കിലും സമർപ്പിതരുടെ ആണെങ്കിലും ഏതൊരു ജീവിതം എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ ദൈവവിളിയെ പരിപോഷിപ്പിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് വ്യക്തികളാകാം, സംഭവങ്ങളാകാം, അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടി എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആൾക്കാരുകളും അതുപോലെ തന്നെ ഒത്തിരിയേറെ സംഭവങ്ങൾ ഞങ്ങളെ ദൈവവിളിയിലോട്ട് ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആകർഷിച്ച ഒന്നാണ് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം വീട്ടിൽ ശാലോമൊക്കെ വെക്കുമായിരുന്നു. അപ്പം ശാലോം ടി വിയിൽ ഒരു പ്രോഗ്രാം ഇറക്കിയായിരുന്നു, വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചൊരു ടെലിഫിലിം. അത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കാണുമായിരുന്നു. അത് കാണുമ്പം ശരിക്കും അപ്പം നമ്മൾ ശരിക്കും സിസ്റ്റേഴ്സുമൊക്കെ ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്നാലും മഠത്തിലെ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി സാധിച്ചത് ആ സീരിയലിൽ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഈ അൽഫോൻസാമ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും ഒന്ന് മുട്ടൂത്തി ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം കല്ലെടുത്ത് വെച്ചിട്ട് സഹനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അൽഫോൻസാമ ചെയ്ത ഇത്. പിന്നെ കൊച്ചിലേ തൊട്ട് അൽഫോൻസാമയ്ക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ആ ഒരു ഇതാണ് കിട്ടിയത്. അപ്പം ആ ഒരു വിശുദ്ധിയിൽ വളരാൻ വേണ്ടി അൽഫോൻസാമ എന്തുമാത്രം തീഷ്ണത കാണിച്ചുകൊണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ചൊക്കെ ഞങ്ങളെ ഈ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഒരു ഇച്ചിരി സഹിച്ചും ഇച്ചിരി വിട്ടുകൊടുത്തൊക്കെ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഈ ഒരു ഉൾക്കാഴ്ചയിൽ നിന്നാണ് ഞങ്ങൾ നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം.
ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങളിപ്പോൾ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ്. പിന്നെ ഞങ്ങളുടെ ഈ സമർപ്പണ ജീവിതം ഇപ്പം നമുക്കറിയാം ദൈവവിളി ഒത്തിരി ആവശ്യമാണ്. ദൈവം ഈ ലോകം നിൽക്കണമെങ്കിൽ സമർപ്പിതരും വൈദികരും ഒക്കെ വേണം. അപ്പം ഇപ്പം മിഷൻ പ്രദേശങ്ങളാണ് ദൈവത്തെ അറിയാത്തവർ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ ദൈവത്തെ എല്ലാവരും അറിയണം, ഈശോയെ എല്ലാവരും അറിയണം. അപ്പം ഈശോയെ എല്ലാവരും അറിഞ്ഞ് ഈശോയിലേക്ക്, ഏകരക്ഷകനായ ഈശോയിലേക്ക് എല്ലാവരും കടന്നു വന്ന് അവിടുത്തെ രാജ്യം ഈ ഭൂമിയിൽ ആഗതമാകാനായിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഇനി ഏറ്റെടുത്തിരിക്കുന്ന ഈ കർമ്മം, ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഈ കർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.